ഡബിൾ ഓംലെറ്റ്, പണികളൊക്കെ തുടങ്ങാൻ പോവാണ്. ബിക്കോസ് കുറച്ച് സ്പെഷ്യൽ ഡേയ്സ് ആർ കമ്മിങ്. ലഞ്ച് ടൈം. കണ്ണ് തട്ടി. യൂണിക്കോൺ ഫാനാണോ? എന്താ വെച്ചു ഇരുന്ന് പറ്റുള്ള നിനക്ക്? ഗുഡ് മോർണിംഗ്, ഹലോ എവറിബഡി, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ വീണ്ടും ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ചെയ്യാൻ പോവാണ്. സൗണ്ട് കുറച്ച് പോയിരിക്കുക, വേറെ ഒന്നുമില്ല, അത് എണീറ്റേൻ്റെ ഒരു ഇതാട്ടോ. ചില സമയത്ത് ഈ ക്ലൈമറ്റ് ചേഞ്ച് വരുമ്പോൾ വല്ലാണ്ട് ശബ്ദം അടയ്ക്കും. ഇപ്പോൾ തലേദിവസം ഭയങ്കര ചൂട്, നമ്മൾ തേസി കിടക്കുക, അല്ലെങ്കിൽ പുറത്ത് മഴയാണ്. ക്ലൈമറ്റ് ചേഞ്ച് വന്നാൽ എനിക്ക് ഭയങ്കര പ്രശ്നമാണ്. പക്ഷെ അത് തനിയെ ശരിയാവും. ഇപ്പോൾ അത് എണീറ്റേൻ്റെ ഒരു പ്രശ്നം. അപ്പോൾ നമ്മുടെ വേറൊരു ഡേ ഇൻ മൈ ലൈഫ് ഒന്ന് കാണാൻ പോവാണ്. ബ്രഷ് ചെയ്തു, വെള്ളം കുടിച്ചു, ഒന്ന് മുഖമൊക്കെ ഒന്ന് കഴുകി, ഡ്രസ്സൊക്കെ മാറ്റി ഞാൻ വർക്കൗട്ട് ചെയ്യാൻ പോവാണ്. ഇപ്പം ഞാൻ ഒരു 37 days ചാലഞ്ച് ഫോളോ ചെയ്യുന്നുണ്ടല്ലോ. ഫോളോ അല്ല, ആ ചാലഞ്ച് എടുത്തിട്ടുണ്ട്. ഫിറ്റ്നസ് വിത്ത് പ്രണീത് അവരുടെ ഇതിലാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് 35ാമത്തെ ദിവസമായിട്ടോ, 35th ഡേ ആണ്. അപ്പോൾ ഇന്ന് കാർഡിയോ ഡേ ആണ്. എനിക്കെങ്ങനെയാ വെച്ചാൽ ഓൾട്ടർനേറ്റ് ഡേയ്സിലാണ്. ഒരു ദിവസം ഇൻസ്ട്രക്ടർ വരും, ഒരു 5:45 എണീക്കും, 6 മണിക്ക് to 7:30 വരെയാണ് ഉണ്ടാവാറുള്ളത്. ഇന്നലെയാണ് അതുണ്ടായത്. ഇപ്പം ഇന്നതില്ല. ഇന്നപ്പോൾ നമ്മൾ സെൽഫായിട്ട് ചെയ്യാണ്. ഒന്നെങ്കിൽ അവരെനിക്ക് ഓടാൻ പറയും, അല്ലെങ്കിൽ നടക്കാൻ പറയും, അല്ലെങ്കിൽ ഇപ്പം ഇടയ്ക്ക് മഴച്ചാറിലൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ ഉള്ളിൽ തന്നെയാണ് ചെയ്യുന്നത്. കാർഡിയോ എന്തെങ്കിലും ചെയ്യും. അപ്പോൾ നമുക്ക് വർക്കൗട്ട് ചെയ്യാം. ഓക്കെ, ഹലോ. സോ കാർഡിയോ കഴിഞ്ഞു. ഞാനൊന്നും കാണിച്ചു തന്നിട്ടില്ല, കാരണം കാണിച്ചു തന്നാൽ ഭയങ്കര ബോറായിരിക്കും. ചിലതിപ്പോൾ നമ്മൾ വളരെ കഷ്ടപ്പെട്ട് ചെയ്തിട്ടുണ്ടാവും. പിന്നെന്താ, ഇതൊരു 3-4 സെറ്റൊക്കെ ചെയ്യേണ്ടി വരും. ഇതല്ല, കുറേ ഉണ്ട്. ഞാൻ വെറും ബേസിക് മാത്രമേ വീഡിയോയിൽ ഇടുന്നുണ്ടാവുള്ളൂ. ആക്ച്വലി ഇതിനെക്കാട്ടിലും ഫണ്ണാണ് ഓൺലൈനിൽ ഡയറക്റ്റായി വന്ന് ചെയ്യിപ്പിക്കുന്നത് കേട്ടോ. അപ്പോൾ കുറച്ചും കൂടി നമുക്കൊരു മോട്ടിവേഷൻ കിട്ടും. പിന്നെ വെയിറ്റ്സ് ഒക്കെ ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇതാണ് എൻ്റെ വെയിറ്റ്. ബാഗിൽ കുറേ ബുക്കും ബോട്ടിലൊക്കെ നിറച്ചിട്ട് പിന്നെ കുറേ പുഷപ്സ് ഒക്കെ എടുപ്പിക്കും. കുറച്ചുകൂടി രസമാണ്, കുറച്ചുകൂടി പവർഫുള്ളാണ്. ഇതിനെ കാർഡിയോ നമ്മൾ എന്താ പറയുക, ചെയ്യുന്നതുകൊണ്ട് ചെയ്യുന്നതാണ്. അപ്പോൾ എന്തായാലും വർക്കൗട്ട് കഴിഞ്ഞപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ടൈമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട്. ഇതാണ് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്. ഒരു ഡബിൾ ഓംലെറ്റ്, ഒരു ആപ്പിൾ ആൻഡ് ക്യൂക്കമ്പർ. ഓക്കെ, വർക്കൗട്ട് കഴിഞ്ഞിട്ട് ഞാൻ വെള്ളം കുടിച്ചു കേട്ടോ. അയ്യോ, ചീസ് അമ്മ, ഒരു സാധനം കൂടി ഉണ്ടായിരുന്നു, ചീസ് ക്യൂബ്. ഞാൻ കാണിച്ചു തരാം. അപ്പം എനിക്ക് പ്രോട്ടീൻ നന്നായി കഴിക്കണം, അതിന് വേണ്ടിയിട്ട് ചീസ് ക്യൂബും കൂടി ആഡ് ചെയ്യും കേട്ടോ ബ്രേക്ക്ഫാസ്റ്റിൽ. ഇതല്ലെങ്കിൽ വേറെ ചിലപ്പോൾ ദാൽ ദോശയൊക്കെ കഴിക്കും. ഇതിപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാന്നേ ഉള്ളൂ. പിന്നെ എനിക്ക് ചിക്കനും പനീറൊക്കെ എത്ര വേണമെങ്കിലും കഴിക്കാം. അതാണ് ഈ ഒരു ഡയറ്റിലൊരു ഗുണം. സോ റെസ്റ്റോറൻറ്റിലൊക്കെ പോവുകയാണെങ്കിൽ നമുക്ക് സുഖമായിട്ട് കബാബോ അൽഫാമോ, അതായത് ഡീപ്പ് ഫ്രൈഡ് അല്ലാത്ത എന്ത് ചിക്കനും കഴിക്കാം. ആഴ്ചയിൽ ഒരിക്കലും മട്ടനൊക്കെ കഴിക്കാം. അപ്പം എനിക്ക് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. ഇത് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ബാക്കി കാണാം. ഓക്കെ, അപ്പം ചീസും റെഡി, സംഭവങ്ങളൊക്കെ റെഡി. ഞാൻ കഴിച്ചിട്ട് വരാം. ബൈ. വർക്കൗട്ട് കഴിഞ്ഞു, ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു, വെറുതെ തെരപ്പാര നടന്നു. അതിന് ശേഷം നമ്മൾ കുളിക്കാൻ പോവാണ്. ഓക്കെ, കഴിച്ച് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞിട്ട് കേട്ടോ കുളിക്കുള്ളൂ. അപ്പോൾ കുളിക്കുമ്പോൾ നമ്മൾ എണ്ണ തേക്കണമല്ലോ. അപ്പം ഞാൻ എണ്ണ തേക്കും. എപ്പോഴും ഞാൻ പറഞ്ഞു, മുന്നത്തെ ഹെയർ കെയർ വീഡിയോസിലും അതിലൊക്കെ പറഞ്ഞു, ഡെയിലി എണ്ണ തേക്കില്ല, പക്ഷെ തേക്കണ സമയത്ത് നന്നായി മസാജ് ചെയ്ത് പിടിപ്പിച്ച് അങ്ങനെയാണ് ഞാൻ എണ്ണ തേക്കുക. ഇപ്പോൾ കുറച്ച് കൊഴിയണ കാലമായിട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും മുടി കൊഴിയുണ്ടോ? എനിക്കിപ്പോൾ അത്യാവശ്യം മുടി കൊഴിയുണ്ട്. ഭയങ്കരമായിട്ടല്ല, എന്നാൽ പോലും
കൊഴിച്ചിലുണ്ട് ഇപ്പോൾ. എനിക്ക് തോന്നുന്നു അതൊരു കൊഴിയണ സമയമാണ്. വീട്ടിലെല്ലാവർക്കും ഉണ്ട്. വീട് മൊത്തം പൊടിയാ. പക്ഷെ ഭയങ്കരമായിട്ട് കൊഴിയാണെങ്കിൽ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. കുറച്ചൊക്കെ ഉള്ളു വെച്ചാൽ കുഴപ്പമില്ല. അപ്പം നമുക്ക് എണ്ണ തേച്ച് പിടിപ്പിക്കാം. ഓക്കെ, നിങ്ങളിപ്പോൾ ഇവിടെ ഒന്നും കുറേ പ്ലീ തേക്കേണ്ട ആവശ്യമില്ല. സ്കാൾപ്പിൽ തേച്ച് പിടിപ്പിക്കാം. ഓക്കെ, ഞാൻ എപ്പോഴും പറയുന്ന പോലെ. അപ്പോൾ എണ്ണ എന്തായാലും വാഷ് ചെയ്ത് കളയണം, കാരണം നമുക്ക് പുറത്ത് പോകാമല്ലോ. അപ്പോൾ എണ്ണ തലയിൽ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല. അപ്പോൾ ഞാനിപ്പോൾ ഡയറ്റിലൊക്കെയാണല്ലോ, ഞാൻ മുട്ട കഴിക്കുന്നുണ്ട് പ്രോട്ടീനിന് വേണ്ടിയിട്ട്, എൻ്റെ ശക്തിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ മുടിക്കും എന്താ പറയുക, പ്രോട്ടീൻ, അതായത് മുട്ട അപ്ലൈ ചെയ്യുന്നത് നല്ല, നമുക്ക് പണ്ട് തൊട്ടേ അറിയാം. അപ്പോൾ ഏതായാലും ഡയറ്റിലൊക്കെയാണ്. അപ്പോൾ മുടിക്കും ആവട്ടെ ആ പ്രോട്ടീൻ എന്ന് ആലോചിച്ചിട്ട് ഞാൻ എഗ് ഉള്ള ഒരു ഷാമ്പു ഞാൻ ട്രൈ ചെയ്തു ആൻഡ് ഇറ്റ്സ് ഗുഡ്. അപ്പം ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. നമ്മുടെ മാമാഅർത്തിൻ്റെ എഗ് പ്ലെക്സ് റേഞ്ചിലുള്ള ഷാംപൂ ആൻഡ് കണ്ടീഷണറാണ് ഇത്. അപ്പോൾ എന്താണ്, ഉള്ളിലേക്ക് മാത്രമല്ല പുറത്തേക്ക് ഞാൻ പ്രോട്ടീൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ എഗ് പ്രോട്ടീൻ മാത്രമല്ല കൊളാജൻ കൂടി ഉള്ളതാണ് നമ്മുടെ മാമാഅർത്തിൻ്റെ എഗ് പ്ലെക്സ് ഷാംപൂവിൽ. അപ്പോൾ എന്ന് വെച്ചാൽ കൊളാജൻ ഉള്ളപ്പോൾ നമ്മുടെ ഹെയർ സ്ട്രെങ്തനിങ്ങിനും ഡാമേജിനെ റിപ്പയർ ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യും. പ്രോട്ടീൻ ഉള്ളതുകൊണ്ട് തന്നെ സ്ട്രോങ് ആവാനും സിൽക്കി ആവാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും. പിന്നെ ഇതിൽ കെരാറ്റിൻ കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ ആ സ്മൂത്ത്നെസ്സിനും പിന്നെ നമ്മുടെ ഡാമേജ് റിപ്പയർ ചെയ്യാനും ബ്രേക്കേജിനും ഒക്കെ ഒരു സൊല്യൂഷനാണ് ഇത്. പിന്നെ മുട്ട എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടല്ലേ പ്രാക്ടിക്കൽ. നമ്മൾ ഇപ്പോൾ മുട്ട അങ്ങനെ അപ്ലൈ ചെയ്യുമ്പോൾ മഞ്ഞ കൂട്ടിയാലാണ് അതിൻ്റെ ഒരു ഗുണം കിട്ടുള്ളൂ. പക്ഷെ അത് ഭയങ്കര നാറ്റം, കാരണം നമ്മൾ പലപ്പോഴും അത് അവോയ്ഡ് ചെയ്യാറുണ്ട്. പക്ഷേ ഇത് നല്ല മണമാണ്. അപ്പോൾ നമുക്കറിയാം മുട്ടയുടെ മണമൊന്നും നമുക്ക് വരില്ല. അതുകൊണ്ട് തന്നെ അപ്പോൾ ഗുണം കിട്ടും ചെയ്യും, മണം സഹിക്കുകയും വേണ്ട, 2 ഗുണമുണ്ട്. പിന്നെ എന്താണ്, ഇത് പാരബൻ ഫ്രീ ആണ്, സൾഫേറ്റ് ഫ്രീ ആണ്. അപ്പോൾ അങ്ങനത്തെ ടോക്സിൻസ് ഒന്നും ഇല്ല. അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാം ഫോർ ഓൾ ഹെയർ ടൈപ്സ്. പിന്നെ മെയ്ഡ് സേഫ് സർട്ടിഫൈഡും ആണ്. അപ്പോൾ എന്തായാലും ഞാൻ ഇത് കണ്ടീഷണറാണോ, ഞാനിപ്പോൾ പോയിട്ട് വാഷ് ചെയ്തിട്ട് വരാൻ തല. ഓക്കെ, കുളി കഴിഞ്ഞു, ഞാൻ ഡ്രസ്സ് ഇട്ടു. നല്ലൊരു ജെൻറ്റിൽ സ്മെല്ലാട്ടോ, ഭയങ്കര കുത്തണ മണമൊന്നുമല്ല, പിന്നെ മുട്ടയുടെ മണമൊന്നും വരുന്നില്ല, അതുകൊണ്ട് പേടിക്കണ്ട. എന്തായാലും കണ്ടീഷണർ അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു കണ്ടീഷൻഡ് ഫീൽ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്കും മാമാഅർത്തിൻ്റെ എഗ് പ്ലെക്സ് കണ്ടീഷണർ ആൻഡ് ഷാംപൂ ട്രൈ ചെയ്ത് നോക്കണമെങ്കിൽ മാമാഅർത്തിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്നോ ആപ്പിൽ നിന്നോ പർച്ചേസ് ചെയ്യാവുന്നതാണ്. 2 ഗുണമുണ്ട്. ഒന്നൊരു 20% ഓഫർ കിട്ടും. എൻ്റെ കോഡ് യൂസ് ചെയ്യണം, മാളവിക 2022. അത് മാത്രമല്ല, ഞാൻ എപ്പോഴും പറയാറുണ്ട്, ബൈ 2025 അവരൊരു 1 million ട്രീസ് പ്ലാന്റ് ചെയ്യാനുള്ള ഒരു ഇനീഷ്യേറ്റീവ് എടുത്തിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമാവാൻ നിങ്ങൾക്ക് പറ്റും. നിങ്ങൾക്ക് ആ ട്രീനെയൊക്കെ ട്രാക്ക് ചെയ്യാൻ പറ്റും അവിടുന്ന് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ. ഇനി അതൊന്നും വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആമസോണിനോ ഫ്ലിപ്കാർട്ടിനോ നൈക്കയെന്നോ മേടിക്കാവുന്നതാണ്. പിന്നെ മാമാഅർത്തിൻ്റെ ആപ്പ് ആൻഡ്രോയിഡിലും iOS-ലും അവൈലബിൾ ആണ് കേട്ടോ. അപ്പം ഞാൻ എന്തായാലും റെഡി ആവാൻ പോവാണ്. അപ്പം എനിക്ക് ഇന്ന് കുറച്ച് ഫോൺ കോൾസ് ഉണ്ട്. പിന്നെ വേഗം റെഡി ആയിട്ട് നമ്മുടെ ഫോൺ കോൾസ് എന്താ ഞാൻ എന്തൊക്കെ പറഞ്ഞു, ഫോൺ കോൾസ് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ബാത്റൂമിൻ്റെയും ഇൻ്റർലോക്കിൻ്റെയും കിച്ചൻ്റെയും പെയിൻറ്റിങ് അങ്ങനെ കുറച്ച് പണികളൊക്കെ തുടങ്ങാൻ പോകണം. ബിക്കോസ് കുറച്ച് സ്പെഷ്യൽ ഡേയ്സ് ആർ കമ്മിങ്, നോട്ട് സോ സൂൺ ബട്ട് ദെൻ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പ്രിപ്പറേഷനായിട്ട് നമുക്ക് കുറച്ച് പണികളുണ്ട്. അപ്പോൾ അതൊക്കെ തുടങ്ങണം. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് ഫോൺ വിളിക്കണം, സംസാരിക്കണം. അപ്പോൾ റെഡി ആയിട്ട് എനിക്ക് വേഗം ലഞ്ച് കഴിച്ചിട്ട് ഒറ്റപ്പാലം പോകണം. അപ്പോൾ അങ്ങനത്തെ പണികളൊക്കെയാണുള്ളത്. അപ്പോൾ എന്തായാലും നമുക്ക് റെഡി ആയിട്ട് ബാക്കി ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ മുടിയൊക്കെ ഒന്ന് ഉണങ്ങുമൊന്നുമില്ല ഇന്ന് എന്തായാലും. കണ്ടില്ലേ, ഞാൻ ഡ്രയർ അങ്ങനെ വീട്ടിലൊന്നും യൂസ് ചെയ്യാറില്ല. അപ്പോൾ ഞാൻ റെഡി ആയിട്ട് ബാക്കി അപ്ഡേറ്റ് തരാം. ജസ്റ്റ് പുറത്തിറങ്ങിയത് അതൊക്കെ ഉണ്ടോ. ഇതെൻ്റെ പ്ലാന്റ്സ് ആണ് കേട്ടോ, 2 നല്ല ഭംഗിയില്ലേ. ഞാൻ ആക്ച്വലി ആ മുകളിലുണ്ടായിരുന്ന ഗപ്പീസിനെ എല്ലാത്തിനെയും പിടിച്ചിട്ട് ഇതിലിട്ടിട്ടുണ്ട്. കാണാനുണ്ടോ? എല്ലാവരും പേടിച്ച് ഉള്ളിൽ ഓടിപ്പോയി. അതാ പോണു കണ്ടോ. പക്ഷേ പ്രോബ്ലം എന്താ വെച്ചാൽ, ഇത് കണ്ടോ, 2 ആൾക്കാരിരിക്കുന്ന തവളകൾ ഇത് പിടിച്ച് കഴിക്കുന്നുണ്ടോ എന്ന് നല്ല സംശയമുണ്ട്. നിറയെ റോസും വന്നിട്ടുണ്ട് കേട്ടോ പ്രാവശ്യം. ഈ റെഡ് കളർ കുഞ്ഞ് റോസ് ഇതിനെന്താ പറയുന്നതെന്നറിയില്ല, അമ്മേനെ വരേണ്ടി വരും എന്താ അറിയണമെങ്കിൽ. പക്ഷേ ഫുള്ള് പൊന്തയും പുല്ലുമായിട്ട് കിടക്കുക. പൂക്കളൊക്കെ ഉണ്ട്. കഴിഞ്ഞ ഡേ ഇൻ മൈ ലൈഫിൽ വീട്ടിൽ ചെയ്തതിനെക്കാട്ടിലും കുറച്ച് വേറെ പൂക്കളൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ ഉണ്ടല്ലേ, ഇതൊക്കെ പുതിയതാണ് തോന്നുന്നു, കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിട്ടില്ല ഒന്നും. ആൻഡ് ഇത് ഈ റെഡ് പൂവും പുതിയതാണോ സംശയമുണ്ട്. പക്ഷെ ആകെ കാട് പിടിച്ച് കിടക്കും, ഒരു വൃത്തിയില്ലാണ്ട് കിടക്കുക. ഇപ്പോൾ ഈ മഴ ഇന്ന് പോയിട്ട് വേണം നമുക്ക് സെറ്റാക്കാൻ.
ഞാനിവിടെ ഇല്ലാത്ത സമയത്ത് പാർസലും കൊറിയറും വരുന്നൊക്കെ ബിന്ദു ചേച്ചി അവിടെ കേട്ടോ പോവാം. ഞാൻ എൻ്റെ ഒരു കൊറിയർ കണ്ടിട്ടുണ്ട്, അപ്പോൾ അത് മേടിക്കാൻ പോവാം ബിന്ദു ചേച്ചി. കണ്ടില്ലേ, പെയിൻറ്റ് ചെയ്യേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു, മഴയും കൂടി പെയ്തിട്ട്. ഓയിൽ പൂപ്പൽ എവറിവെയർ. ബിന്ദു ചേച്ചി, ഞാൻ വീഡിയോ എടുക്കട്ടെ? ഇത് വരൂ, ഞാൻ വീഡിയോ എടുക്കണ ചോദിച്ചിട്ട് ഇതിനെ മടിക്കണേ. വരൂ എൻ്റെ പാർസൽ. ബിന്ദു ചേച്ചി എൻ്റെ എല്ലാ പാർസലും സൂക്ഷിച്ചെടുത്തേക്ക്. ഞാൻ ഇവിടെ ഇല്ലാതെ കറക്റ്റ് ഞാൻ ഇല്ലാത്തപ്പോൾ എല്ലാം വരും ചെയ്യില്ലേ, അവിടെ ഉള്ളപ്പോൾ ഒന്നും വരില്ല, ഇല്ലാത്തപ്പോൾ വരും. ഇടയിൽ നമുക്ക് ദാഹിക്കുകയും വിശക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് വിശക്കണേന് നട്ട്സോ അല്ലെങ്കിൽ കടലൊക്കെ കഴിക്കാം. ഇനിയിപ്പോൾ കുടിക്കാനാണെങ്കിൽ ഇളനീരോ അല്ലെങ്കിൽ ഉപ്പിട്ട നാരങ്ങ വെള്ളമോ അല്ലെങ്കിൽ മോര് ബട്ടർ മിൽക്കൊക്കെ കഴിക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഒന്ന് നാരങ്ങ വെള്ളം ഉണ്ടാക്കിയിട്ട് ഉപ്പിട്ടിട്ട് ഒരു പാർസലും കൂടി ഉണ്ട് കേട്ടോ. അത് ഇപ്പുറത്തെ വീട്ടിൽ വന്നിരിക്കുന്നുണ്ട്. ഞാനൊരു വ്ളോഗ് എടുക്കുന്നുണ്ട്. അടുത്ത പാർസൽ ഇപ്പോൾ ഇതാ ഇവിടെ ഈ വീട്ടിലും വന്നിട്ടുണ്ട്. അപ്പോൾ താങ്ക് യു. ഇങ്ങനെ ഓരോരുത്തർ ഞാൻ ഇവിടെ ഉള്ളപ്പോൾ പാർസൽ ഒന്നും വരില്ല, ഞാൻ ഇല്ലാത്തപ്പോൾ കൃത്യസമയത്ത് വരും. ലഞ്ച് ടൈം. സോ നമ്മുടെ ലഞ്ച് ഇതാ ചിക്കൻ കറി, പയറുപ്പേരി. എനിക്കിഷ്ടമല്ല, പക്ഷേ കഴിച്ചല്ലേ പറ്റൂ. അവിയൽ എനിക്കിഷ്ടമല്ലായിരുന്നു. ഈ ഡയറ്റ് കൊണ്ട് ഞാൻ പച്ചക്കറി കഴിക്കാൻ പഠിച്ചു എന്നാണ് അമ്മ പറയുന്നത്, കുറച്ചെങ്കിലും. ഈ അവിയലേക്ക് പ്രശ്നമില്ല, മറ്റേ വല്ലാണ്ട് ഇങ്ങനെ കട്ടിയായിട്ടുള്ള അവിയലേക്ക് ഇഷ്ടമല്ല, ഡ്രൈ ആയിട്ടുള്ളത്. ഇത് കുറച്ച് നമ്മുടെ സദ്യക്കൊക്കെ ഉണ്ടാവില്ല, അത് എനിക്കിഷ്ടമല്ല. ഇത് കുറച്ചൊരു വെള്ളത്തോടെ ഉണ്ടാക്കുന്ന. ഇന്നിപ്പം പീസൊക്കെ കഴിക്കാൻ എനിക്കിഷ്ടം, കുഴപ്പമില്ല. ഗ്രേവി ഉള്ളതുകൊണ്ടും കുഴപ്പമില്ല. പിന്നെ ചിക്കൻ ഉണ്ടല്ലോ, നല്ല ചൂട്. പയറിഷ്ടല്ല, എപ്പോഴും ഞാൻ സെറ്റായിട്ടില്ല. പയർ എനിക്ക് ഇപ്പോഴും കഴിക്കാൻ പറ്റാറില്ല, കഷ്ടപ്പെട്ട കഴിക്കും. ഞാനിങ്ങനെ പറയാം, ഇതിന് ഡ്രസ്സ് എന്ന് പറയും. ഞാൻ ഡ്രസ്സ് ഇട്ട പയർ എനിക്ക് ഇഷ്ടമല്ല എന്ന് ഞാൻ പറയും. മറ്റേ ചെറുപയർ, വെള്ളപ്പയർ, മുതിര, അതൊക്കെ എനിക്കിഷ്ടം. അതിന് ഈ തോലില്ലല്ലോ, ഈ തോലുള്ളത് എനിക്കിഷ്ടമല്ല, പക്ഷേ ഈ തോലിലാണ് ഗുണം ഇരിക്കണം. എന്നിട്ട് ഞാൻ കഴിക്കട്ടെ. ഓക്കെ. സോ ഞങ്ങൾ ഒറ്റപ്പാലം പോവാണ്. ഓക്കെ, കുറച്ച് പരിപാടി ഉണ്ട്. പിന്നെ യൂഷ്വൽ വിസിറ്റ് ആണിത്. അവിടെ കസിൻസ് ഒക്കെ ഉണ്ടല്ലോ, അപ്പോൾ ഞങ്ങൾ ഒറ്റപ്പാലം. എന്താ അമ്മേനെ ഇന്ന് ഞാൻ കാണിച്ചിട്ടില്ല. അമ്മ ഭയങ്കര ടയേർഡായിട്ടിരിക്കണം. അപ്പം അമ്മേനെ കാണിക്കണ്ടല്ലോ, കാണിക്കണോ? മുടി പോലും കിട്ടിയിട്ടില്ല കേട്ടോ. അമ്മ അങ്ങനെ കയറിയിരുന്നു. ഞങ്ങൾ പിന്നെ ഒറ്റപ്പാലം മുമ്പ് അതാണ് യൂഷ്വൽ പതിവ്. അങ്ങനെ വലിയ റെഡി ആവലൊന്നുമില്ല. ഞാൻ പിന്നെ ഇന്ന് നിർത്തി കുറച്ചൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പം എന്തായാലും ഞങ്ങൾ പോവാണെങ്കിൽ നമ്മുടെ കൈ കണ്ടോ, കൈ മടി അയ്യാ. ഇപ്പം എന്തായാലും ഞങ്ങൾ പോവാണേ. ടാറ്റ. ഇനി ഒറ്റപ്പാലത്ത് കാണാം. എൻ്റെ സൗണ്ട് തിരിച്ചു വന്നിട്ടില്ല തോന്നുന്നു. അപ്പോൾ ഉറക്കെ പറയുമ്പോൾ വരുന്നുണ്ട്, പതുക്കെ പറയുമ്പോൾ പോകണം. ഓക്കെ, സോ ബൈ. ഞങ്ങൾ പോവാണ്. ബൈ. ഹലോ, ഞങ്ങളപ്പോൾ ഒറ്റപ്പാലം എത്തി. അപ്പോൾ വരുന്ന വഴി ഫുൾ ഞാൻ ഒരാളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അത് എൻ്റെ ഒരു അമ്മമ്മയാണ് കേട്ടോ. അപ്പൊ അമ്മമ്മേനെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ കൂടുതൽ പറയണില്ല ഇപ്പോൾ. ആദ്യം ഞാൻ അമ്മമ്മേനെ കാണിച്ചു തരാം. എന്താ പറയാ, എനിക്ക് എൻ്റെ 6ാം ക്ലാസ് തൊട്ടുള്ള ഒരു പരിചയമുള്ള ഒരു അമ്മമ്മയാണ്. ഇപ്പൊ സത്യം പറഞ്ഞാൽ ഞങ്ങള് എന്താ പറയാ, എൻ്റെ സൂപ്പർ ഡാൻസർ ജൂനിയർ എന്നുള്ള റിയാലിറ്റി ഷോന്ന് വഴി പരിചയപ്പെട്ടതാണ് അമ്മമ്മേനെ. അവിടുന്ന് തൊട്ട് എൻ്റെ ഫാമിലി, എൻ്റെ സ്വന്തം അമ്മമ്മയെ പോലെ തന്നെയാണ് ഇതുവരെ എൻ്റെ കാര്യങ്ങളിൽ എന്താ പറയാ ഒപ്പീനിയൻ പറയും. അത്രയും ലവ് ആൻഡ് കെയർ തന്ന് ഇത്രയും കാലം ഞങ്ങൾ ആ ഒരു സ്ട്രോങ് ബോണ്ടിൽ വന്നുകൊണ്ടിരിക്കും. അപ്പൊ ഞാൻ അമ്മമ്മയെ കാണിച്ചു തരാം. അമ്മമ്മ ഇപ്പൊ US-ലാണ്. അപ്പൊ അമ്മമ്മ കോളിലാണ് വന്നിരിക്കുന്നത്. ഞാൻ കാണിച്ചു തരാം. അമ്മമ്മ, എന്റെ സബ്സ്ക്രൈബേഴ്സിനോട് എന്തെങ്കിലും പറയാനുണ്ടോ അമ്മമ്മ? തീർച്ചയായിട്ടും. ഇത് രംഗം അമൃത ടിവിയുടെ ട്രിവാൻഡ്രത്തെ സ്റ്റുഡിയോയിലാണ്. അതെ. ഒരു 10 വയസ്സുള്ള ഒരു കൊച്ചു സുന്ദരി കുട്ടി വന്ന് എന്റെ അടുത്ത് വന്നിട്ട് എന്റെ സാരി പിടിച്ചു നിന്നിട്ട് മുഖത്ത് നോക്കി ഒന്ന് ചിരിച്ചു. അന്ന് വീണതാണ് ഈ അമ്മമ്മ. ചിരിയിലാണ് അവളെ എടുത്ത് മടിയിൽ വെച്ചു. മുതല് ഈ അമ്മമ്മയുടെ ഗോഡ് ചൈൽഡ് ആണ് മാളവിക. അവൾക്ക് വേണ്ടിട്ട് എന്നെ പ്രാർത്ഥിക്കും.
എന്റെ ഫാമിലിക്കും എല്ലാവർക്കും അറിയാം മാളുവിനോട് എനിക്കുള്ള ഈ അറ്റാച്ച്മെന്റ്. അവൾക്ക് വേണ്ടിട്ട് എന്നും പ്രാർത്ഥിക്കും. അവൾക്ക് എല്ലാ കഴിയുന്ന വിധത്തിലുള്ള ഗൈഡൻസും കൊടുക്കും. സോ ഹാപ്പി ദാറ്റ് യു ആർ ഓൾ സപ്പോർട്ടിങ് ഹർ. അവളൊരു നല്ല മിടുക്കി കുട്ടിയാണ്. അവളുടെ ശോഭനമായ ഭാവിക്ക് വേണ്ടിയിട്ട് ഈ അമ്മമ്മ ആനാബർ മിഷിഗൻ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ഇരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. പിന്നെ എന്റെ കഥ ഒരു ദിവസം മാളവിക നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞുതരാം. അത് ഇതാണ് ലക്ഷ്മി അമ്മമ്മ. അപ്പൊ അമ്മമ്മ ശരിക്കും പറഞ്ഞാൽ ആ 6th സ്റ്റാൻഡേർഡിൽ എന്റെ ഡാൻസ് ഒക്കെ ഇഷ്ടപ്പെട്ട ഒരാളായി വന്നു. പിന്നെ ഞങ്ങളുടെ ഫാമിലി ആവുമായിരുന്നു. ഞാനും അതെ, എനിക്ക് അമ്മമ്മയെ പോലെ, അമ്മമ്മയ്ക്ക് ഞാൻ ഒരു പേരക്കുട്ടിയെ പോലെ ആയിരുന്നു. അപ്പൊ ഇപ്പോഴും അങ്ങനെ ആയിരുന്നു എന്നല്ല, ഇപ്പോഴും അത് തുടർന്നുകൊണ്ട് പോണു. അമ്മമ്മ ഇപ്പൊ US-ലാണ്, എന്നാലും എപ്പോഴും മെസ്സേജ് അയക്കും, ഞങ്ങൾ വിളിക്കാറുണ്ട്. എന്റെ എന്ത് കാര്യം, ഇപ്പൊ പഠിത്തത്തിന്റെ കാര്യമാവട്ടെ, ഡാൻസ് ആവട്ടെ, എന്തും ഞാൻ അമ്മമ്മയുടെ ഒരു ഒപ്പീനിയൻ എപ്പോഴും എടുക്കാറുണ്ട്. നായകനിൽ പോവാൻ കാരണം അമ്മമ്മയാണ്. അമ്മമ്മ തലേ ദിവസം എന്നോട് പറഞ്ഞു, ഞാൻ ഇങ്ങനെ പോണ്ടാ പറഞ്ഞിരിക്കുകയായിരുന്നു. എനിക്ക് സത്യം പറഞ്ഞാൽ ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു. അങ്ങനെ പോണ്ടാ പറഞ്ഞിരുന്നിട്ട് അമ്മമ്മ തലേ ദിവസം എന്നെ വിളിച്ച് രാത്രി 9 മണി എന്തോ ആയിരിക്കണു തോന്നുന്നു, 8-9 മണിയായിരുന്നു. അമ്മമ്മ പറഞ്ഞു പൂജാമുറിയുടെ അവിടെ പോയിട്ട് ഒരു ലോട്ട് ഇട്ടിട്ട് യെസ് ഓർ നോ വരികയാണെങ്കിൽ പൊക്കോളൂ എന്ന് പറഞ്ഞിട്ട്, അങ്ങനെ ലോട്ടാണോ കോയിനാണോ എനിക്ക് ഓർമ്മയില്ല, അങ്ങനെ യെസ് വന്നിട്ട് ഞാൻ പോയതാണ്. അമ്മമ്മ കാരണം, അമ്മമ്മ പോവാൻ പറഞ്ഞിട്ട് അങ്ങനെ പോയതാണ് ഞാൻ നായകനിൽ. അതുകൊണ്ട് ഇപ്പൊ നിങ്ങളുടെ മുന്നിലൊക്കെ എത്താൻ പറ്റി. ഓക്കെ, അപ്പൊ ലക്ഷ്മി അമ്മമ്മേനെ വിളിച്ചു. ഇനിയിപ്പോ ഞാൻ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ സ്മൃതി ഉണ്ട്, വിധി ചേച്ചി ഉണ്ട്, ബേബിമാമുണ്ട്, അമ്മമ്മ ഉണ്ട്, പിന്നെ അവിടെ ദച്ചു തന്നേച്ചി, അവരൊക്കെ അപ്പുറത്തുണ്ട്. എൻ്റെ എല്ലാവരും എൻ്റെ ഫാമിലിയാണ്. അപ്പോൾ ഇവരെ കൂട്ടിയിട്ട് പുറത്തു പോകാന്ന് വിചാരിച്ചിരിക്കുകയാണ്. ബാ സ്മൃതി വന്ന് എത്തി നോക്കണം. അപ്പോ ഇങ്ങോട്ട് കയറി, ഇവിടെ ഒരാളിരിക്കുന്നുണ്ട്, ഞാൻ കാണിച്ചിട്ട്. ഓക്കെ, ഹലോ കുട്ടി, ഹലോ കുട്ടി, ഹലോ പറയൂ. ഹലോ. എന്താണ് ഇങ്ങനെ മൂകത ഇട്ടിരിക്കണ? വിശേഷമൊന്നുമില്ല. അല്ല, ഇങ്ങനെ ഗ്ലൂമി ആയിട്ട് എന്താ ഇരിക്കണ? വെറുതെ ഇരുന്നപ്പോ വിളക്കൊളുത്താറായി നമുക്ക് മനസ്സില്. അപ്പൊ വിളക്കൊളുത്താനുള്ള ടെൻഷനിലാണ്. കണ്ടില്ലേ? അതെ, ഇതാണ് അമ്മമ്മയുടെ ടെൻഷൻ. വിളക്ക് കൊളുത്താൻ പറ്റുന്ന പോവാൻ സമയം ഏതൊക്കെയാണ് അമ്മമ്മയുടെ ടെൻഷൻ. ഇവിടെ വേറൊരാളും കൂടി ഇരിക്കുന്നത്, ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഹായ് ബേബി കുട്ടി. എന്താണ് പരിപാടി? ഫോൺ തോണ്ടുന്നോ? ഹായ് സ്മൃതി ഫുൾ റെഡി. ഇപ്പൊ കാണിക്കണ്ടെന്നൊക്കെ പറഞ്ഞ ഇങ്ങനെ മടിച്ച് നിക്കുക. ബാ, ഇങ്ങോട്ട് ബാ. പുതിയ ബാഗാണോ സ്മൃതി? യൂണിക്കോൺ ഫാനാണോ? അമ്മമ്മ വിളക്ക് കൊളുത്താൻ പോകുന്നു. വേറെ ചെറു മമ്മി റെഡി ആവുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പൊ കണ്ടുമടുത്തൊരു കാഴ്ചയായിരിക്കും ഇത്. മയില് ഇവിടെ വരാത്തൊരു ദിവസമില്ലേ, എന്താ പറയാ, കാക്കകളെ പോലെയാണ് ഇപ്പൊ മയില്. അപ്പൊ ഇനിയിപ്പോ ഇതിനിപ്പോ നിങ്ങൾക്ക് പ്രത്യേകിച്ച് പുതുമയൊന്നും തോന്നുന്നുണ്ടാവില്ല. എന്നാലും സ്ഥിരം വരുന്ന ആളാണ്. നമ്മുടെ കുളം ആകെ നാശമായി കിടക്കുകയാണ്. എന്താ പറ്റിയറിയില്ല. കണ്ണ് തട്ടി കണ്ടില്ലേ, ഫുള്ള് ഇത് വന്നു. കംപ്ലീറ്റ് പായൽ വന്നു. ആ നീർക്കാക്ക കൊണ്ടുവന്ന് ഇടണതാന്നാ പറയണത്. അപ്പം അടിയിൽ തന്നെ വേരുണ്ട്. ഇനിയിപ്പോൾ ഇത് വെള്ളം കുറഞ്ഞിട്ട് നമ്മൾ വെള്ളം വറ്റാറാകുമ്പോൾ ഫുള്ള് അത് ആൾക്കാരെ വെച്ച് എടുക്കാനേ പറ്റുള്ളൂ. ഇതാ അവിടെ കണ്ണൻ മീൻ പോയി. അപ്പം ഞങ്ങൾ പോവാണ്. ഇനി ദച്ചുവിനെയും കൂടി പിക്ക് ചെയ്യാനുണ്ട്. നിങ്ങളെ കാണുന്നില്ല, നിങ്ങൾ ഇരുട്ടത്താണ് ഗോയ്സ്. ചേച്ചി ഫ്രണ്ടിക്ക് വന്നാൽ ചേച്ചി കാണും. ഇങ്ങോട്ട് ഫ്രണ്ടിക്ക് വരും. അവള് ടോർച്ചൊക്കെ എടുത്തിട്ട്. ശരി, അപ്പൊ നമ്മള് പോവാണേ. ടാറ്റാ. നമ്മളപ്പോ ദച്ചുവിനെ പിക്ക് ചെയ്യാൻ ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട്. താഴെ ഇറങ്ങില്ല, ദച്ചു ഇങ്ങോട്ട് വരും. ധന്യേച്ചി അവിടെ നിക്കണു. ധന്യേച്ചി ഡെന്റിസ്റ്റിന്റെ അടുത്ത് പോയിട്ട് വന്നിട്ട്, അപ്പൊ ധന്യേച്ചി വരുന്നില്ല. നിക്കണു ധന്യേച്ചി. വിദ്യേച്ചിനെ നേരെ കാണാണ്ട് വെളിച്ചുള്ളതുകൊണ്ട്. ഹായ് ധന്യേച്ചി, ഒരു ഹായ് പറയോ? ശാന്തമാമി. ഓക്കെ. ഹായ് ദച്ചു. എന്താ? അയ്യേ, ഇതെന്തെങ്കിലും വലിയ പൊട്ടിട്ടിരിക്കണേ. ചേച്ചി ചേരണില്ല. ചേച്ചി ലുക്കിംഗ് ഓൾഡ്.
No, you looking old. Old. Weird, looking weird. Looking weird. Oh, hi. Hello. ഹായ് 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 സതീഷ് ചേട്ടാ. വന്നപ്പോ തന്നെ അടി കൂടാതെ ഋഷേട്ടൻ ഇതിന് മുന്നേ വന്നിട്ടില്ലല്ലോ. ഇല്ല. വീണ്ടും ഹായ്. ഞാൻ കഴിക്കുന്നത് ഇത്തിരി റൈസും ചിക്കനും. ഓക്കെ, ഇതിലേറ്റവും ചെറിയ ആളൊരു ഏറ്റവും വലുത് പറഞ്ഞു കുടിച്ച് എൻജോയ് ചെയ്തു. അതിന്റെ സോൾട്ടഡ് ലൈമാണ്. നമ്മൾ പാവങ്ങൾ മധുരം കഴിക്കാൻ പാടില്ല. എന്താ ദച്ചു ഇരുന്ന് പറ്റുള്ള നിനക്ക്? എനിക്ക് വേണോ ഉപ്പിട്ടത്? ഓക്കെ, നമ്മളിപ്പോ തിരിച്ചെത്തി. ഇനിയിപ്പോ ദച്ചുവിനെ ഡ്രോപ്പ് ചെയ്യാൻ പോണം. അതേ ഉള്ളൂ പണിയല്ലേ. അപ്പൊ ഞങ്ങള് തറവാട്ടിലേക്ക് വന്നു. ഇങ്ങനെ ഉണ്ടായിരുന്നു ഫുഡൊക്കെ? അയ്യോ ലൈറ്റ് പോയി. അയ്യോ അയ്യോ വന്നു. അപ്പൊ അടിപൊളിയായിരുന്നല്ലേ? എന്റെ ഡേയും അത്യാവശ്യം നന്നായിട്ട് പോയി. ഇനിയിപ്പോ എന്താ തിരിച്ചു വന്ന് ബ്രഷ് ചെയ്യുക, കിടന്നുറങ്ങുക. നാളെ രാവിലെ 5:30 എണീക്കണം. വർക്കൗട്ട് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് എനിക്ക് കൊച്ചി പോകണം. അങ്ങനെ കുറച്ച് പരിപാടികളാണ്. നിങ്ങളുടെ പരിപാടി എന്താ നാളെ? എത്ര മണിക്ക് എണീക്കുക ദച്ചു? 5:30. ഇവള് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വർക്കൗട്ട് ചെയ്യുമ്പോ 5:30 എണീക്കാൻ പറഞ്ഞിട്ട് 7:30 കഴിഞ്ഞിട്ട് ഇറങ്ങി വന്ന്. അത്ര നേരത്തെ അതെ, 2 മണിക്കൂർ കഴിഞ്ഞിട്ട്. അപ്പൊ എന്തായാലും എല്ലാവർക്കും അറിയാത്ത കാര്യം, നമ്മള് 7 മണിക്ക് അവിടെ എത്തി. വന്നപ്പോ 9:05 ആയി. 2 hours ഫുഡ് കഴിക്കാനോ? അതൊക്കെ പോയി വർത്താനം പറഞ്ഞൊക്കെ അല്ലേ ചെയ്തത്. അപ്പൊ എന്തായാലും എന്റെ ഈ കുഞ്ഞി അതാണോ വലുതാണോ എനിക്കറിയില്ല, ഈ വ്ളോഗ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരും. സോ ഡോണ്ട് ഫർഗെറ്റ് ടു ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് മൈ ചാനൽ. ഗുഡ് നൈറ്റ്.